ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അങ്ങനെ അനന്തപുരിയിൽ എല്ലാം ഒന്ന് കലങ്ങി തെളിയുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നവ്യയ്ക്ക് ചന്തുമോളുടെ കാര്യത്തിൽ അബിയെക്കുറിച്ച് സംശയമൊക്കെ ആവുന്നുണ്ട്. നവ്യ അബിയെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അബിയാണെങ്കിൽ ആ സത്യങ്ങളൊന്നും നവ്യ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ അനഘയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംശയം ആവുന്നുണ്ട് ചന്തുമോളുടെ കാര്യത്തിൽ നവ്യയ്ക്ക്. അതുപോലെ തന്നെ അബി ചെയ്തു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരികയാണ് നമ്മുടെ നന്ദു. മൂർത്തീസ് ജ്വല്ലറിയിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അബി. കൂടാതെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് ആഭരണങ്ങളാക്കി വിറ്റിട്ടുമുണ്ട്. ആ ഒരു കേസിൻ്റെ അന്വേഷണം കൂടെ നമ്മുടെ നന്ദു നടത്തുന്നുണ്ട്. അങ്ങനെ അബി കാണിച്ചു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മകളും എല്ലാവരുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് സ്റ്റേഷനിലോട്ട്. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നവ്യ അബിയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യത്തിൽ നിന്നെ നല്ല സംശയമുണ്ടെന്ന്. എപ്പോഴും ചന്തുമോളുടെ കാര്യം പറയുമ്പോൾ നയനെ ആദർശേട്ടനും കൂടി പറയുന്നത് ഞങ്ങൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണോ അവരിനി അങ്ങനെ പറയുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, നവ്യ നിനക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതൊന്നും ഉള്ള കാര്യമല്ലെന്നുള്ളത് നിനക്കറിയില്ലേ? ഇതൊക്കെ അവരുടെ ഭാഗത്തെ തെറ്റുകളൊക്കെ മറച്ചു വെച്ച് വെള്ള പൂശാൻ നോക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് നിനക്കറിയാമല്ലോ. നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്കൊരു മടിയില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. അപ്പം നവ്യ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അബിക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ്. അബി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ദൈവമേ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ എങ്ങാനും ആദർശം നയനും കൂടി ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നവ്യ അറിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. പിന്നെ അവൾ എന്നെ തട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ജയിലിനകത്തിട്ട് എന്നെ ഇടിച്ചൊരു പരുവാക്കാൻ പറയും. അവൾ എനിക്കെതിരെ കേസൊക്കെ കൊടുക്കുമായിരിക്കും. അനഘയോട് ഇങ്ങനൊരു ക്രൂരത കാണിച്ചതിൻ്റെ പേരിൽ അവൾ എനിക്ക് കിട്ടാവുന്നൊരു മാക്സിമം ശിക്ഷ തന്നെ മേടിച്ചു തരാനും നോക്കും. ഇതിലെന്ത് നടന്നാലും എൻ്റെ കാര്യം പോക്കായത് തന്നെ. ഇനിയിപ്പോൾ ആ അനഘ എന്ന് പറയുന്നവൾ ഇല്ലാതായാൽ മതിയായിരുന്നു. അവളുടെ വായന സത്യങ്ങളൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. ആദർശം നയനയ്ക്കൊക്കെ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അനഘയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ നവ്യ അനഘയുടെ അടുത്ത് പോയി അന്വേഷിച്ചാൽ ആദർശം നയനും പറഞ്ഞില്ലെങ്കിൽ പോലും അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നവ്യ ചതിക്കപ്പെടുവാന്നുള്ളത് അവൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ എല്ലാ സത്യങ്ങളും നവ്യ അറിയിക്കാൻ നോക്കും. ഇനിയും കാണും ആദർശം നയനയും കൂടെ നവ്യയുടെ ഈ സത്യങ്ങളൊക്കെ പറയുമോ? എന്തായാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ അബി ചിന്തിക്കുകയാണ്. ആ ചന്തുമോളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടാ ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ പ്രശ്നം ഇങ്ങനെ സോൾവ് ആകാതെ കിടക്കുന്നത്. അതെങ്ങനെയാ? സ്വന്തം മോളെപ്പോലെ വളർത്താനായിട്ട് ആദർശം നയനം കൊണ്ട് ദത്തെടുത്തേക്കുമല്ലേ ആ കൊച്ചിനെ? ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു ആ നാശം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ. അവൾക്ക് നേരിയ പുരോഗതിയെങ്കിലും ഉണ്ടോന്നൊക്കെ എന്നുള്ളത് അറിയണമല്ലോ. ഇന്നോ നാളെയോ തട്ടിപ്പോകുന്നു പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇപ്പം. ശല്യം അവളങ്ങ് തീർന്നു പോകുന്നില്ലല്ലോ. അവളെ കൊല്ലാൻ ഒരവസരവും കിട്ടുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കായിരുന്നു. പകുതി സമാധാനമെങ്കിലും കിട്ടിയേനെന്നൊക്കെ നമ്മുടെ അബി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അബി നേരെ അനഘയുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. പക്ഷേ ഇനി അനഘയെ കാണാൻ പോകാനോ അനഘയുടെ പരിസരത്തോ നിന്നെ കണ്ടുപോകരുതെന്ന് വാൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ നയന. അതുകൊണ്ട് തന്നെ അനഘയെ താൻ കാണാൻ പോയി എന്ന് നയന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നമാകും. എന്തായാലും കുഴപ്പമില്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ എന്നോർത്തുകൊണ്ട് തന്നെ അബി അനഘയെ കാണാനായിട്ട് പോവുകയാണ്. ജോലിക്കാരി അവിടെ ഇല്ലാത്ത സമയം നോക്കി തന്നെയാണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. അങ്ങനെ പാത്തും പതുങ്ങിയും ആരും കാണാതെ അബി അകത്ത് കയറുന്നുണ്ട്. അതേ സമയത്ത് അബി വരുന്നത് കാണുന്ന അനഘയ്ക്ക് ആകെ വിറയലും പേടിയും വെപ്രാളവും ഒക്കെ ആകെയാണ്. അബി അടുത്ത് നിന്നിട്ട് അനഘയുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. കൈക്കും കാലിനും ചലനശേഷിയൊന്നും കിട്ടിയിട്ടില്ല എന്നറിയുമ്പം അബിക്ക് ഒരു സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കൊച്ച് അനന്തപുരിയിൽ അവിടെ ആദർശന്റെ കൊച്ചായിട്ട് വളരുകയാണ്. അതിനൊരു കുറവുമില്ലാതെ സ്വന്തം മോളെപ്പോലെ തന്നെ അവരവിടെ വളർത്തുന്നത്. അതങ്ങനെയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല നിന്റെ കൊച്ചിന്. പക്ഷേ ഈ സത്യം, ചന്തുമോൾ എൻ്റെ കൊച്ചാണെന്നുള്ള സത്യം ആ വീട്ടിൽ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ചന്തുമോൾ ജീവനോട് ആ വീട്ടിലുണ്ടാവില്ല. പിന്നെ നാളെ ഒരിക്കലും നിന്റെ നാവ് ചലിച്ചു തുടങ്ങിയാൽ എനിക്കെതിരെ നീ എന്തെങ്കിലും നവ്യയോട് പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നേരം നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. ഇപ്പം ജീവച്ചലവായിട്ട് ഇങ്ങനെ നീ കിടക്കുകയല്ലേ.
നിന്നെ ഞാൻ അങ്ങ് തീർക്കത്തേ ഉള്ളൂ. നിനക്കൊന്നിനും പറ്റില്ലെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുക, അങ്ങനെ ഒരു നീക്കം നടത്താൻ നീ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു നീക്കവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എനിക്ക് ഒന്നും തന്നെ നോക്കാനില്ല. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനഹയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അബിയുടെ ഈ ക്രൂരതയൊക്കെ ഓർത്തിട്ട് നമ്മുടെ അനഹയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമമായിട്ട് കണ്ണിക്കൂടെ ഇങ്ങനെ കണ്ണീര് നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെ അബിയുടെ ഈ ദുഷ്ടപ്രവൃത്തിയും അബിയുടെ സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ജോലിക്കാരിയായ സ്ത്രീ കയറി വരികയാണ്. എന്താ സാർ എന്താ ഇവിടെ കാണിക്കുന്നത്? എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ കുട്ടിയോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജോലിക്കാരിയായ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ വെറുതെ അവളോട് സംസാരിക്കുകയായിരുന്നു ചില കാര്യങ്ങൾ. ഇവളുടെ കൊച്ചിനെ അനന്തപുരിയിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ആദർശേട്ടൻ്റെ കൊച്ചു തന്നെയാണോ അതോ വേറെ വല്ലവരുടെയും കൊച്ചാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു. ഇവളിതൊന്നും വാതുറന്ന് പറയുന്നില്ലല്ലോ. അവിടെ ആദർശേട്ടൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞാൽ ഇവളുടെ കൊച്ച് വളരുന്നത് അതിലെന്തെങ്കിലും സത്യാവസ്ഥയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചാന്നൊക്കെ പറയാൻ കേട്ടോ അബി. അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതേസമയത്ത് ജോലിക്കാരിയായ സ്ത്രീക്ക് സംശയം ആവുന്നുണ്ട് അബിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ അനഘയെ നോക്കുമ്പോഴേക്കും അനഘയുടെ മുഖത്താണെങ്കിൽ നല്ല വിഷമമുണ്ട്. അതുപോലെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അബി അവിടുന്ന് പോയതിനു ശേഷം ആ ജോലിക്കാരിയായ സ്ത്രീ അനഘയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾ പേടിക്കൊന്നും വേണ്ട, അയാൾക്ക് മോളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ മോളെ ഉപദ്രവിച്ചത് ഞാൻ കണ്ടു. ഞാൻ എന്തായാലും ഇപ്പം തന്നെ നയനമേടത്തെ വിളിച്ച് കാര്യം പറയാം. ഇയാൾ ഇവിടെ വരികയോ മോളോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണമെന്നും പറഞ്ഞിട്ട് തന്നെ നയനമേടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും തന്നെ ആ ജോലിക്കാരി നയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മേഡം, ഇന്ന് അനഘമോളെ കാണാനായിട്ട് അബി എന്ന് പറയുന്ന ആ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ടാണ് മോളോട് സംസാരിച്ചത്. ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും മോളുടെ കയ്യിൽ പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്താ സാറേ ഈ കാണിക്കുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണെന്നൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അനഘയെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അയാൾ. ഞാൻ കുറച്ചും കൂടെ വരാൻ താമസിച്ചിരുന്നെങ്കിൽ അയാൾ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തേനെ. എനിക്ക് പേടിയാവുക മേഡം. ആരുമില്ലാത്ത സമയം നോക്കി അയാൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്താലോ? എനിക്ക് പേടിയുണ്ട് മേഡം, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ എൻ്റെ അനിയത്തിയെ വിളിച്ചിട്ട് കാര്യം പറയാം. അവൾ എന്തായാലും അന്വേഷണത്തിനായിട്ട് അങ്ങോട്ടേക്ക് വരും. അനഘയ്ക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും അവൾ കൊടുത്തോളും. അനഘയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല, അത് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അനഘേനെ നല്ലപോലെ നോക്കിയാൽ മതി എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നയന ഉടനെ തന്നെ നന്ദൂരം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, അബി ഇന്ന് അവിടെ ചെന്നായിരുന്നു അനഘയെ കാണാനായിട്ട്. അനഘയോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ പെരുമാറുകയും ചെയ്തെന്നൊക്കെയാണ് അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ പറഞ്ഞത്. മോളെന്തായാലും അവിടെ വരെ ഒന്ന് പോകണം. പോയിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ മോളൊന്ന് അന്വേഷിക്കണം. അബിയെ നിലയ്ക്ക് നിർത്താനുള്ള സമയമായെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോയി നോക്കാം ചേച്ചി എന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ നന്ദു നയന പറഞ്ഞത് പ്രകാരം അനഘയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് നന്ദു കാഷ്വലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അനഘയോട്. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പേര് നന്ദന എന്നാണ്. ഞാൻ ഇവിടുത്തെ സ്ഥലം SI ആണ്. എൻ്റെ 2 ചേച്ചിമാരെ അനന്തപുരിയിലോട്ടാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്. അറിയാമല്ലോ, അബിയും ആദർശേട്ടനും എൻ്റെ 2 ചേച്ചിമാരെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അനഘയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ചന്തുമോള് ആരുടെ കുഞ്ഞാണെന്നും എനിക്കറിയാം. പിന്നെ അബി ഇങ്ങനെ ഒരുത്തനായിപ്പോയി. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നറിഞ്ഞാൽ ആ നിമിഷം എൻ്റെ ചേച്ചി അവിടുന്ന് പടിയിറങ്ങും. അതുകൊണ്ട് മാത്രമാണ് ഈ രഹസ്യം ചേച്ചി അറിയാതെ ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അബിയെക്കുറിച്ചിട്ട്. ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലെന്നുള്ളത് എനിക്കറിയാം. ആദർശേട്ടന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആദർശേട്ടൻ്റെ തലയിലേക്ക് എല്ലാ തെറ്റുകളും വെച്ച് കൊടുത്തിരിക്കുകയാണ് ഈ അബിയും അബിയുടെ അമ്മയും. അബിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ആ തറവാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അബി മാത്രമാണ്. പിന്നെ ആദർശേട്ടൻ അവിടെ വലിയൊരു ത്യാഗമാണ് ചെയ്തേക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശേട്ടനും നയനേച്ചിയും കൂടെ ഇങ്ങനെയൊരു ത്യാഗം ചെയ്തത് തന്നെ. ചന്തുമുള്ള സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ആദർശേട്ടൻ നയനേച്ചിയും നോക്കുന്നത്. അവൾക്ക് അവിടെ ഒരു കുറവുമില്ല. അവൾ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചന്തുമുള്ള കാര്യം ഓർത്ത് അനഘ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇവിടെ വന്ന് അനഘയോട് ഇത്രയും ക്രൂരതയൊക്കെ കാണിച്ചിട്ട് പോയില്ലേ ആ അബി, അവൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ പൂട്ടാനുള്ള പണിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അനഘ ഇക്കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ആ പെരുങ്കള്ളന് അനഘയെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ അവൻ എത്രയൊക്കെ കളി കളിച്ചാലും അവസാനം സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അവനെ കൊടുക്കാനുള്ള കുറച്ച് തെളിവുകൾ കൂടി എനിക്ക് കിട്ടാനുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ അവൻ ജ്വല്ലറിയിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളും അതുപോലെ തന്നെ അനഘയോട് കാണിച്ച് ഈ ക്രൂരതകളും എല്ലാം എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവനെ പൊളിച്ചെടുക്കാൻ എനിക്ക് കഴിയും. എന്തായാലും അനന്തമൂർത്തി മുത്തശ്ശൻ ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും അവന് വന്ന് ഉപദ്രവിക്കാൻ കഴിയില്ല.
അതൊന്നും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൻ ഇത്ര ധൈര്യത്തിൽ വന്ന് അനഘയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയത്. അനന്തപുരിയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് അവൻ വലിയ ആളാന്നും പറഞ്ഞ് ചമഞ്ഞ് നടക്കുക. പാവം ആദർശനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവനും അവൻ്റെ അമ്മയും കൂടെ അനന്തപുരിയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നയനേച്ച് വിളിച്ച് പറയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. പിന്നെ അതിലൊന്നും വലിയ അന്വേഷണ കാര്യങ്ങളൊന്നും നടത്താത്തത് മുത്തശ്ശനെയും ആദർശേട്ടനെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ്. പിന്നെ നയനേച്ചി ഇപ്പോൾ ഒരമ്മയാകാൻ പോവുകയല്ലേ, ആ സന്തോഷത്തിലാണ് എല്ലാവരും. ആ ഒരു സന്തോഷം എന്തായാലും അവർക്ക് രണ്ടാൾക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചേച്ചിയുടെ ഗർഭം അലസിപ്പിക്കാൻ അവർ നോക്കും. നവ്യേച്ചി ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ അവരെന്തൊക്കെ അക്രമങ്ങൾ നവ്യേച്ചിയോട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നയനേച്ചിയോട് നവ്യേച്ചിയോടുള്ളതിനൊക്കെ കൂടുതൽ ദേഷ്യം കാണും. അതുകൊണ്ട് എന്തായാലും അവർ ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവരുടെ നീക്കങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ അബി എങ്ങനെയാണേലും കൊടുക്കുകയേ പറ്റുള്ളൂ. ഇനി അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അവൻ കാരണം ഇനി എൻ്റെ ചേച്ചിമാർ കണ്ണീര് കുടിക്കാൻ പാടില്ല. എൻ്റെ നവ്യേച്ചിയെ അവൻ ചതിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവ്യേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നയനേച്ചി ഇതെല്ലാം കണ്ടിട്ടും ക്ഷമിച്ചും സഹിച്ചും മിണ്ടാതിരിക്കുന്നത്. എന്തായാലും ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നൊക്കെ തന്നെ ഇങ്ങനെ നന്ദു വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദു അബിക്കെതിരെയുള്ള തെളിവുകളൊക്കെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ അബിയെ കൊടുക്കാനായിട്ട് നന്ദു കാര്യമായിട്ട് തന്നെ അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അന്ന് ജ്വല്ലറിയിൽ നടത്തിയ ആ ഒരു അഴിമതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതും. അങ്ങനെ മുത്തശ്ശൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അബി അവിടെയും പണം കൊടുത്ത് എല്ലാവരെയും സ്വാധീനിച്ച് കേസ് വഴിതിരിച്ചു വിടുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ കേസൊക്കെ പൊടിതട്ടിയെടുത്ത് അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് നന്ദു. കള്ളക്കടത്ത് സ്വർണം ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്ന് മൂർത്തിസ് ജ്വല്ലറി വഴി ആഭരണങ്ങളാക്കി വിറ്റതും പിന്നെ വിത്തൗട്ട് ബില്ലിൽ കുറേ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിച്ചതും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പത്തെ എസ് ശരിയായ രീതിയിൽ അത് അന്വേഷിക്കാഞ്ഞത് കൊണ്ട് തന്നെ ഇത് അവിടെ ഇവിടെയും തൊടാതെ മൂടി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും ആ കേസ് ഞാൻ ഒന്നും കൂടെ പൊടിതട്ടിയെടുത്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശനോട് വിളിച്ച് പറയുകയാണ്. അത് ചെയ്തത് ആരായാലും കണ്ടെത്തണം മോളെ. അതിന് നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണ് ചെയ്തതെങ്കിലും അവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് തന്നെ അത് മോശപ്പേരുണ്ടാക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട് മുത്തശ്ശ, അത് അഭിയേട്ടനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനൊന്നും പറയാത്തത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അക്കാര്യത്തിൽ എനിക്ക് നല്ല സംശയം അബിയെ തന്നെയാണ് മോളെ. നമ്മുടെ ജ്വല്ലറിക്ക് അകത്ത് നിന്നോട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അബി തന്നെയേ ആവുള്ളൂ. അവൻ ചില്ലറ കാശൊക്കെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാനും അവിടെ ആൾക്കാരുണ്ടാകുമല്ലോ. പക്ഷേ എല്ലാത്തിനും ഒരു തെളിവ് വേണം മുത്തശ്ശ. തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ കേസ് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ അഭിയേട്ടനാണ് ഈ ഒരു കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ അഭിയേട്ടന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ മോളെ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. അഭിയാണ് ഈ കള്ളക്കടത്തിന് പിന്നിലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. എന്തായാലും മോളുടെ രീതിക്ക് അന്വേഷണം നടത്തിക്കോ, എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ രീതിക്ക് തന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജ്വല്ലറിയിൽ ചെന്നിട്ട് പഴയ സ്വർണ്ണപ്പണിക്കാരനെ കാണുകയും അവരോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സ്വർണ്ണപ്പണിക്കാരനെ പിടിച്ചു നിർത്തി ഇതുപോലെ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്ന് കള്ളക്കടത്ത് സ്വർണം കൊണ്ട് ആരാണ് ഇവിടെ സ്വർണ്ണാഭരണമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരനും പേടിച്ച് വരച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ആ ഒരു പേടിയും വെപ്രാളവും ഒക്കെ കാണുമ്പോഴേക്കും തന്നെ നന്ദുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. നന്ദു ഉടനെ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പേടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ കേസ് കുറച്ച് നാളെ മുമ്പ് തന്നെ ക്ലോസ് ചെയ്തതല്ലേ മാഡം, പിന്നെയും ഈ കേസിൻ്റെ പേരിൽ ഒരു അന്വേഷണമൊക്കെ നടത്തുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, കേസ് വീണ്ടും അന്വേഷിക്കാൻ പോവുകയാണ്, ഞാനാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടണം. ഇയാൾ അറിയാതെ എന്തായാലും ഇത് നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സത്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതി. അബി നിങ്ങളെ ഒന്നും ചെയ്യില്ല, അതിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കെട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ മണിമണി പോലെ പറയുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സ്വർണ്ണപ്പണിക്കാരൻ ഉടനെ പറയുന്നുണ്ട്, എന്താ മേഡം ഇങ്ങനെ, മേഡവും ഈ സ്ഥാപനവും തമ്മിൽ നല്ല ബന്ധമില്ലേ മേഡം? മേഡത്തിൻ്റെ 2 ചേച്ചിമാരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് അനന്തപുരിലെ പയ്യന്മാർ തന്നെയല്ലേ? അപ്പോൾ പിന്നെ ഈ കേസൊക്കെ പിന്നെയും ഇങ്ങനെ പൊടിതട്ടിയെടുത്ത് അന്വേഷണം നടത്തുന്നത് ശരിയായ കാര്യമാണോ മേഡം? അത് അവർക്ക് പിന്നെയും നാണക്കേട് ഉണ്ടാക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ലടോ, ഒരു നാണക്കേടും ഉണ്ടാവില്ല. യഥാർത്ഥ കള്ളനെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത് തന്നെ. ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ എനിക്ക് എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയണമെന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ നന്ദു തിരിച്ചും മറിച്ചും ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. അവസാനം രക്ഷയില്ലെന്ന് കാണുമ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ നന്ദുവിനോട് സത്യം പറയുന്നുണ്ട്. അബിസാറാണ് ടാക്സ് വെട്ടിച്ച് കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആഭരണങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ എനിക്കും അതിൽ നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അന്നേരം എനിക്കും പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് സാറേ ഞാനും ആ തെറ്റിന് കൂട്ടു നിന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
പക്ഷേ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ സ്വർണ്ണപ്പണിക്കാരൻ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അപ്പോൾ താൻ തന്നെയാണല്ലേ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണിത് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ സാറേ ഞാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. അബിസാർ എന്നെ വല്ലാണ്ട് നിർബന്ധിച്ചു. കുറച്ച് കാശ് എൻ്റെ കയ്യിലോട്ട് എടുത്തു തന്നിട്ട് അത് കാണിച്ച് എന്നെ പ്രലോഭിപ്പിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തന്നെ ബാധിക്കില്ല എന്ന് തന്നെ അന്ന് സാർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് മാഡം ഇങ്ങനൊരു തെറ്റിന് കൂട്ടു നിൽക്കേണ്ടി വന്നത്. എന്നെ ഈ കേസിൽ പ്രതിയാക്കരുത് മാഡം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുള്ളതാണ്. കുറേ കാലമായിട്ട് ഞാൻ ഈ ജ്വല്ലറിൽ ജോലി ചെയ്യുന്ന ആളാണ്. മൂർത്തി സാറിനും ആദർശ് സാറിനും ഒക്കെ എന്നെ നന്നായിട്ട് അറിയാം. അച്ഛനപ്പൂപ്പന്മാർ തൊട്ടേ ഞങ്ങൾ സ്വർണ്ണപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് മാഡം. മാഡം എന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം മാഡം. അബിസാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് മാഡം ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിപ്പോൾ ഇത്രയും വലിയ തലവേദനയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം മാഡം എന്നൊക്കെ തന്നെ പറഞ്ഞ് കാല് പിടിക്കുകയാണ് നന്ദുവിൻ്റെ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, മൂർത്തി സാറിനെ പോലുള്ള ഒരാളോട് ഇങ്ങനെ ഒരു വഞ്ചന കാണിച്ചിട്ട് എന്ത് മാപ്പാക്കണമെന്നാണോ താനും പറയുന്നത്? താനും അബിയും കൂടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് തനിക്കറിയാമല്ലോ. അതിൻ്റെ പേരിൽ എന്തുമാത്രം നാണക്കേടുണ്ടായി അവർക്ക്. താനല്ലേ ശരിക്കും ഇവിടെ ഒരു വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ വേണം പിടിച്ച് ആദ്യം അകത്തിടാൻ എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അബിയാണെന്നുള്ളത് എനിക്കറിയാം. ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ അബിയാണ് തന്നെ പ്രലോഭിപ്പിച്ചതെന്ന് താൻ പറയണം കോടതിയിൽ. തന്നെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് 2 ചവിട്ട് തരാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്താൽ താനും അയാളും കൂടെ ചെയ്തിട്ടുള്ള എല്ലാ വെട്ടിപ്പുകളുടെയും രഹസ്യം മണി പോലെ താൻ പറയും. അത് വേണോടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയാളങ്ങ് പേടിച്ച് പോവുകയാണ് കേട്ടോ. നന്ദുവിനോട് പറയുന്നുണ്ട്, അയ്യോ മേഡം, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ വേറൊരു കള്ളത്തരവും ചെയ്തിട്ടില്ല മേഡം. സത്യം മുഴുവൻ ഞാൻ മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പം നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതല്ലേ മേഡം. ഇവിടുത്തെ സ്റ്റാഫായ ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ പണി പോവുകയല്ലേ മേഡം. പണി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഏത് പണിയാണ് മേഡം അറിയാവുന്നത്? എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമെന്ന് അബിസാർ ഭീഷണിപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് മേഡം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മുടെ സ്വർണ്ണപ്പണിക്കാരൻ പറയുകയാണ്. അങ്ങനെ അയാൾ അവസാനം കുറ്റസമ്മതം നടത്തുകയാണ്. അബി പറഞ്ഞിട്ട് തന്നെയാണ് താൻ സ്വർണ്ണമൊക്കെ ആഭരണങ്ങളാക്കിയെന്നുള്ളത് അയാൾ പറയുകയാണ്. അത് ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് വിളിച്ച് പറയാം. തനിക്കെതിരെ ആക്ഷൻ ഒന്നും എടുക്കാതിരുന്നാൽ മതി എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട് നന്ദുവിനോട്. കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്ന സ്വർണത്തെക്കുറിച്ചും എന്തോരം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും എന്തോരം ആഭരണങ്ങളാക്കിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ആ സ്വർണ്ണപ്പണിക്കാരൻ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഈ കേസിൽ കൊടുക്കരുത് മേഡം. എൻ്റെ കുടുംബം വഴിയാധാരമായി പോകും. വർഷങ്ങളായിട്ട് ഈ ഒരു പണി തന്നെ ചെയ്ത് ജീവിക്കുന്നവരാ ഞങ്ങൾ. എന്നെ വെറുതെ വിടണം മേഡം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ കാല് പിടിക്കുകയാണ് അയാൾ. അങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് എല്ലാ തെളിവുകളും ശേഖരിച്ച് നന്ദു തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലെത്തിയ നന്ദു അബിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുകയാണ്. ജ്വല്ലറിയിൽ കാണിച്ച തട്ടിപ്പുകളും അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതിൻ്റെ തെളിവുകളും അനഘയോട് കാണിച്ച ക്രൂരതകളും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള സത്യങ്ങളും ഒക്കെ അടങ്ങുന്ന എല്ലാ തെളിവുകളും എടുത്ത് വെക്കുകയാണ് നന്ദു. അങ്ങനെ രണ്ടും കൽപ്പിച്ച മുത്തശ്ശൻ്റെ സമ്മതത്തോടെ തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അനന്തപുരിയിലോട്ട് കടന്നു വരികയാണ് നന്ദു പോലീസ് യൂണിഫോമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്ന കാണുമ്പോഴേക്കും ജലജ ഉടനെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തിനാണാവോ ഇവളിങ്ങോട്ടേക്ക് വരുന്നത്? ഇനി ഇവിടെ ആരെ അറസ്റ്റ് ചെയ്യാൻ അവളിങ്ങോട്ടേക്ക് കെട്ടിയിരുന്നുള്ളന്നേ? അവളുടെ വരവ് കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ജലജ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകിയും പറയുന്നുണ്ട്, ആ ശരിയാ, അതേ അവൾ വരുന്നുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവൾ വരുന്ന കണ്ടില്ലേ? ഇപ്പോൾ അനിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ലാതെ എന്തിനാ? ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറാനുള്ള വരവായിരിക്കും അവൾ വരുന്നതെന്നൊക്കെ തന്നെ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുകയാണ് ജാനകി. നന്ദു അകത്തോട്ട് കയറി വരുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾ എന്താ ഇവിടെ? ഡ്യൂട്ടി ടൈം ആണല്ലോ, മോൾ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, മുത്തശ്ശനോട് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ മോള് പറഞ്ഞോ? നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ അബിയേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്ന് സാറൊരു കേസ് ഫയൽ ചെയ്തിട്ടില്ലായിരുന്നോ? ജ്വല്ലറിയിലെ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരിൽ കൊടുത്ത കേസ്. കള്ളക്കടത്ത് സ്വർണം മൂർത്തിസ് ജ്വല്ലറി വഴി ആഭരണങ്ങളാക്കി വിറ്റുമെന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നൊക്കെയുള്ളത് തെളിവ് സഹിതം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്നൊക്കെ നന്ദു പറയുകയാണ്. അതാരാ? അബി തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നേ. നമ്മുടെ കുടുംബത്തിനകത്ത് നിന്നോട് തന്നെ കുടുംബം കുട്ടിച്ചോറാക്കാൻ ജനിച്ചത് അവനല്ലേ. അവനെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ജലജ ഉടനെ അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ അബിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അബി എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അവനെ ആകെപ്പാടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയായി ഏൽപ്പിച്ചത്. അതുപോലും മര്യാദയ്ക്ക് അവനെ കൊണ്ട് നോക്കാൻ സമ്മതിച്ചില്ല. അല്ലെങ്കിലും എൻ്റെ മോനെ കുറ്റപ്പെടുത്താൻ ഇവിടെ എല്ലാവർക്കും പ്രത്യേകം എടുക്കുക തന്നെയുണ്ട്.
ആരെന്ത് ചെയ്താലും അതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വലിയ കാര്യമായിട്ട് എടുക്കും. അവനോട് ഈ വീട്ടിലുള്ള എല്ലാവരും പണ്ടുതൊട്ടേ വേർതിരിവ് കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, എല്ലാം കറങ്ങി തിരിഞ്ഞ് അവൻ്റെ തലയിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. അച്ഛനും അമ്മയും പോലും അങ്ങനെയാണോ പറയുന്നത്? എല്ലാ കുറ്റവും അബിയുടെ തന്നെയാണോ? ആദർശം അനിയും ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ? എൻ്റെ മോൻ ചെയ്യുന്ന മാത്രമാണോ തെറ്റ്? ആദർശന് കല്യാണത്തിന് മുമ്പ് അവിഹിതത്തിനൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അബിക്കാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റിയതെങ്കിൽ നിങ്ങൾ അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയല്ലായിരുന്നോ? ആദർശം ആയതുകൊണ്ട് അതൊരു തെറ്റായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയില്ല. അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ചതിച്ചിട്ടില്ലേ ഇവൻ നയനെ വിവാഹം കഴിച്ചത്? അങ്ങനെ ഒരു ക്രൂരത ആ അനഘയോട് ചെയ്തിട്ട് ആദർശനെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? ആദർശനെ അറസ്റ്റ് ചെയ്തുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ജലജ നന്ദുവിനോട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആര് പറഞ്ഞു അതിനെതിരെ നടപടി എടുക്കില്ല എന്ന്? അനഘയെ ദ്രോഹിച്ചത് ആരാണോ അവർക്കെതിരെയും ആക്ഷൻ എടുക്കും. അവരെയും കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ്. തെറ്റ് ചെയ്ത ആരാണോ അവർക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും എന്ന് തന്നെ പറയുകയാണ് നന്ദു. എന്നാൽ ആദ്യം നീ അത് ചെയ്യടി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ. എൻ്റെ നയനേച്ചിയുടെ ഭർത്താവ് ആദർശല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്തത്, അവനെ വേണം നീ ആദ്യം അറസ്റ്റ് ചെയ്യാൻ. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിന് ആദർശേട്ടനെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവായ അബിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അബിയാണ് അനഘയോട് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്തത്. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല, അബിയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങ് ആകെ ഷോക്കായിട്ട് നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു നീ പറയുന്നത്? എന്തിനാ നീ അബിയെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? ചന്തുമോൾ ആദർശേട്ടൻ്റെ കൊച്ചല്ലേ, നീയും ഇവരോടൊപ്പം ചേർന്നിട്ട് അബിയെ കുറ്റക്കാരനാക്കുവാണോടി എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ നവ്യ. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ചന്തുമോളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഇവിടെ എല്ലാവർക്കും അറിയാം. ചേച്ചിക്കും ചേച്ചിയുടെ അമ്മായിമ്മയ്ക്കും അനിയുടെ അമ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ സത്യങ്ങൾ അറിയാം. ആരും അത് തുറന്ന് പറയാതിരുന്നതാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദർശേട്ടനും നയനേച്ചിയും DNA ടെസ്റ്റ് വരെ എടുത്ത് നോക്കിയതാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സത്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. ഇനി അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ നവ്യേച്ച് മനസ്സിലാക്കുമെന്നായപ്പോഴേക്കും അബി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അനഘയെ കാണാനായിട്ട്. അനഘയെ ഭീഷണിപ്പെടുത്തുകയാണ് അബി ചെയ്തത്. അനഘയെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അബി. ആ അനഘയെ തീർത്താൽ പിന്നെ ഇവൻ രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ടാണ് അനഘയെ കൊല്ലാൻ നോക്കിയത്. എന്നിട്ട് അവെല്ലാം തന്ത്രപരമായിട്ട് ആദർശേട്ടൻ്റെ തലയിൽ ചാർത്തി വെക്കുകയായിരുന്നു അവൻ. നാഴികയ്ക്ക് 40 വട്ടം ആദർശേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തല ഉയർത്തി വെച്ച് നടക്കുകയാണ് വലിയ മാന്യനെ പോലെ. ജലജ ഉടനെ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, നീ വെറുതെ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഇങ്ങനെയുള്ള കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. പണം കൊടുത്താൽ എന്ത് തെളിവുകളാണ് ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇതിന്റെ പേരും പറഞ്ഞ് എൻ്റെ മോനെ ജയിലിലടയ്ക്കാൻ നീ നോക്കണ്ടേ? നന്ദു പറയുന്നുണ്ട്, ദേ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. സത്യവും വ്യക്തവുമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉന്നയിക്കാറുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മകൻ അബിക്കെതിരെ ശക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അബിക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മോനോട് ചോദിച്ചു നോക്ക് ചന്തുമോളുടെ ആരുടെ കുഞ്ഞാണെന്നുള്ളത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ടേക്ക് കയറി വന്ന് ഇങ്ങനെയുള്ള സീനൊന്നും ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. എന്നിട്ട് മുത്തശ്ശനോട് നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ, ജ്വല്ലറിൽ അന്ന് നടന്ന കള്ളക്കടത്ത സ്വർണത്തിന്റെ പിന്നിലെ പ്രതിയെ ഞാൻ കണ്ടുപിടിച്ചു. അതും അബി തന്നെയാണ്. അബിയാണ് ആ സ്വർണ്ണപ്പണിക്കാരനെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഈ സ്വർണ്ണങ്ങളൊക്കെ ആഭരണങ്ങളാക്കി മാറ്റിയത്. സ്വർണ്ണപ്പണിക്കാരൻ്റെ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അബിക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തെളിവുകൾ സഹിതം നമ്മുടെ കൈവക്കലുണ്ട്. ഇനി അബിക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല മുത്തശ്ശ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പം അയാളാണല്ലേ അബിക്ക് കൂട്ടുനിന്നത്? ഇവൻ കുറച്ച് പൈസ വാരി എറിഞ്ഞപ്പോഴേക്കും അയാൾ ഇങ്ങനെയുള്ള പണിക്കൊക്കെ ഇവന് കൂട്ടുനിന്നല്ലേ? അയാൾ അങ്ങനെ ചെയ്യുമെന്ന്, അയാൾ ഇങ്ങനെ അബിക്ക് കൂട്ടു നിൽക്കുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അയാളെ പൈസ കൊടുത്ത് മയക്കിയെടുത്തതാണ് മുത്തശ്ശ. അയാൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ഈ കേസിൽ ഉൾപ്പെടുത്തരുതെന്ന്. ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരെ ജ്വല്ലറിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് മുത്തശ്ശൻ അയാളെ വേണ്ട രീതിക്ക് തന്നെ ഒന്ന് കണ്ടേക്കണം എന്നൊക്കെ പറയുകയാണ് നന്ദു. അബിയുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അയാൾ അതൊക്കെ ചെയ്തത്. നന്ദു, ഇനി എന്തിനാ മോളെ വെയിറ്റ് ചെയ്യുന്നത്? തെറ്റ് ചെയ്തതേ ഇവനല്ലേ, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോ. ഇനി ഈ തറവാട്ടിൽ നിൽക്കാൻ ഒരു യോഗ്യത ഇവനില്ല. അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, ഇപ്പൊ ഇവൻ ചെയ്ത തെറ്റ് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അല്ലേ? ഇയാൾ ചെയ്ത തെറ്റെന്തൊക്കെയാന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നവ്യ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ നയനും ദേവയാനിയും കൂടെ നവ്യനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ അബിയുടെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ട് അബിയും കൂട്ടിയിട്ട്, ബാ വന്ന് ജീപ്പിൽ കയറ്, നിനക്കുള്ള ശിക്ഷ അങ്ങ് സ്റ്റേഷനിൽ തന്നിട്ട് തരാം. എൻ്റെ ചേച്ചിമാരെ കണ്ണീര് ഉടുപ്പിച്ച് നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അബിയെ പിടിച്ച് തള്ളുകയാണ്. ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചിട്ട് അവളെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നോടാ നീ? നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്.
നീ ഇനി പുറം ലോകം കാണത്തില്ലടാ. നിന്നെ ഞാൻ ജയിലിനടയ്ക്കും, അതും ജീവപര്യന്തം മേടിച്ചു തന്നിട്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കായ നീ ഇനി തറവാട്ടിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അബിയെ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ നന്ദു. ഇതിനൊക്കെ നീ കണക്ക് പറയേണ്ടി വരുവടി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് നമ്മുടെ നന്ദുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അബി. എന്തായാലും അബിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ് നന്ദു. അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലിലൂടെ